Hi friends, welcome to Garam Masala, the magic spices of cooking. ക്രിസ്പി ദോശ. ഇന്ന് നമുക്ക് ക്രിസ്പിയായി എങ്ങനെ ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഇഡ്ഡലി റൈസ് 3 കപ്പ്, ഉഴുന്ന് 1/4 കപ്പ്, ഉലുവ 1 ടീസ്പൂൺ, വേവിച്ചു വെച്ചിട്ടുള്ള അരി 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ, ഉപ്പ്. ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. 2-3 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമുക്കിത് മിനിമം 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. ഓവർനൈറ്റ് കുതിർത്തിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അടുത്തതായി ഉഴുന്ന്, ഉലുവ. ഇതും ഇതുപോലെ കുതിർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുതിർത്തിയെടുത്തിട്ടുള്ള അരി, ഉഴുന്ന്, ഉലുവ, വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു മിക്സ്ചറാണ് ഉപയോഗിക്കുന്നത്. ഗ്രൈൻഡറും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. പകുതി അരിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് അരച്ചെടുത്തത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. രണ്ടാമത് അരക്കുന്നതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് അരയ്ക്കാം. ഇത് നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം നല്ല സോഫ്റ്റ്നെസ് തരും. ഇനി ഈ റൈസ് ബാറ്ററിനെ നമുക്ക് വലിയൊരു വെസലിലോട്ട് എടുക്കാം. ഇത് ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുള്ള റൈസാണ്. ഇത് വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് അരച്ചെടുത്തതാണ്. അടുത്തതായി നമുക്ക് ഉഴുന്ന്, ഉലുവ ഇവ കൂടെ അരച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ആ വെസലിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചോ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചോ നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഫെർമെന്റ് ചെയ്യണം. ഏകദേശം 8 മുതൽ 12 മണിക്കൂറെങ്കിലും ഫെർമെന്റ് ചെയ്തെടുക്കണം. ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യുന്നത് ആണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. നമുക്കിതിൽ നിന്നും ആവശ്യമുള്ള ബാറ്റർ മാത്രം എടുത്ത് ഫെർമെന്റ് ചെയ്യാം. ബാക്കിയുള്ളത് പിന്നീട് ഫെർമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ബാറ്റർ നന്നായി പൊങ്ങി വന്നിട്ടില്ല എങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരൽപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. നമ്മുടെ ദോശ ബാറ്റർ
ഓയിൽ ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്രിസ്പിയായ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതിനെ ചൂട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. അടുത്തതായി ഗ്രീസ് ചെയ്തെടുത്തുള്ള ഒരു ടവൽ ഉപയോഗിച്ച് ചെറുതായി തുടയ്ക്കണം. ഇനി ഒരു തവി ദോശമാവ് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായി നമുക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിക്കണം. ഇപ്പോൾ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ എല്ലാ ദോശയും തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചട്നി, സാമ്പാർ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.